നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 സൺഡേ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ്. ഒരു 6ാമത്തെ 7ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഞാൻ ഈ വൈകുന്നേരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളൊക്കെ ഈ വീഡിയോന്റെ അവസാനം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരു ബ്ലൂപ്പർ പോലെ ഒരു ജസ്റ്റ് ഒരു ടെസ്റ്റ്, ഒരു ബ്ലൂപ്പേഴ്സ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, തെറ്റുകൾ സംഭവിക്കുന്നതൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ഇട്ടോ. അത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി, ഇപ്പോൾ തന്നെ അവിടെ പോയി കാണാൻ നിൽക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി അല്ലേ. അപ്പോൾ ചിലപ്പോഴൊന്നല്ല, ഞാൻ ചിലപ്പോൾ ഇടുന്ന വിചാരിക്കുന്നത് ചിലപ്പോൾ നോക്കാം നമുക്ക് കേട്ടോ. യെസ് വിധു, എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്? എനിക്ക് നല്ല എപ്പിസോഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സിമ്പിൾ ആയിട്ടൊരു എപ്പിസോഡ്, പെട്ടെന്ന് തീർന്നു. നല്ലതാവാണ്ടിരിക്കും. എന്താ കാരണം ഈ ബിഗ് ബോസിലും പോയിട്ടില്ല, ലാലേട്ടന്റെ ചീത്തയും കേൾക്കില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കാണല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ചിക്കൻ ഉണ്ടാക്കിയിട്ട് മുന്നിലേക്ക് കൊണ്ട് കൊടുക്കും ചെയ്തു. അപ്പോൾ അവളെ സംബന്ധിച്ച് നല്ല എപ്പിസോഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിരുന്ന് കാണാൻ. അല്ല, കുട്ടികളുടെ എന്താ ഇത്ര എപ്പിസോഡ് കുഴപ്പം തോന്നിയത്? എനിക്കെന്തോ പിന്നെ എനിക്ക് കുഴപ്പം തോന്നില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇന്ന് എന്താ പറയുക, പ്രോമോ വന്ന സമയത്ത് ഒരുപാട് പേര് അതിനടിയിൽ കമന്റ് ചെയ്ത് എന്താ വെച്ചാൽ ലാലേട്ടന് അനുമോളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കുറ്റം പറയാൻ. ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും അനുമോളെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുമോളെ പോലെ ദുർവിധി ഉള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു സ്ത്രീ വേറെ ഉണ്ടായിരിക്കില്ല എന്നും പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ്. അത്രയൊക്കെ ഉണ്ടോ? അതാ ചോദിച്ചത്. ഇഷ്ടായിട്ടാവും, പറയാൻ പറ്റുമോ? ലാലേട്ടൻ അങ്ങനെയൊന്നുമില്ല. ലാലേട്ടൻ പേഴ്സൺ മുമ്പിൽ ഒരുപാട് തെറി വാങ്ങിയ ദിവസമാണ് കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ. ലാലേട്ടൻ ഒരുപാട് ലാലേട്ടൻ പ്രോമോന്റെ അടിയിൽ ആൾക്കാരുടെ തെറി വാങ്ങിയ ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ജസ്റ്റ് ഒറ്റ വാചകം മാത്രം പറഞ്ഞു. അകത്തേക്ക് പോണതിന് മുന്നേ നൂറ അനുമോൾ എന്ന് പറഞ്ഞിട്ടാണ് മുമ്പ് ഇറങ്ങിപ്പോയത്. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ആ പ്രോമോ വന്നത് മുതൽ എപ്പിസോഡ് വരെ എനിക്കൊന്നും ഇപ്പോഴും തുടരുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ അനുമോളുടെ ഫാൻസ് കയറി നല്ലോണം തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ദയവ് ചെയ്ത് കുറച്ചെങ്കിലും മോളോ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കുക. അതിന് തെറി പറഞ്ഞിട്ട് കാര്യമില്ല. സ്ക്രിപ്റ്റഡ് ആയിരിക്കും, ആൾക്കാരെ മനസ്സിലാക്കണം. അല്ലാണ്ട് ഇപ്പൊ ഇത്രയും പേരോട് ചൂടാവണ്ട പറഞ്ഞ അത്രയും ഇതില് പാലിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. ലാലേട്ടൻ ഇതിന് ചീത്ത പറയൊന്നുമില്ല, ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആയിട്ട് അവര് പറഞ്ഞു കൊടുക്കണതായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും അപ്പൊ അങ്ങനെ പറഞ്ഞത്. പിന്നെ അവരൊരു റൂള് പറഞ്ഞു, അതായത് അത്രയും പേര് ഇരിക്കുമ്പോ പുറത്തു പോവരുത്, അവര് ഡാൻസ് കളിച്ച് അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആളെ ഔട്ടാക്കണേലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതായത് ഒരാള് ഇന്നായി കഴിഞ്ഞാല്, സേവ് ആയി കഴിഞ്ഞാല് അയാളും മറ്റാളും കൂടി ആ വിട്ട 2 പേര് ഡാൻസ് ചെയ്തിട്ട് വേണം ഉള്ളിൽ കയറാൻ. അപ്പൊ ഈ ഡാൻസും പാട്ടൊന്നും ഇല്ലാണ്ടാക്കി മറ്റൊരു പുറത്തേക്ക് വന്നപ്പോ അത് ആ ഒരു ഇതിന്റെ ചീത്തയായില്ലേ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് എന്തിനാണ് അങ്ങോട്ട് പോയത്. എല്ലാവരോടും ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്, വേറെ ആരെങ്കിലും പോയോ, നിങ്ങൾക്ക് മാത്രം എന്താന്ന് ചോദിച്ചത്. അതെങ്കിലും ചോദിക്കണ്ടേ? ഓക്കെ, നൂറ പോയി, അനുമോൾ എന്തിനു പോയി? നൂറ പോയി, നൂറ പോയതും തെറ്റാണ്. രണ്ടുപേരും 2 കണ്ടസ്റ്റന്റ്. ബിഗ് ബോസ് ഒരു നിയമം പറഞ്ഞാൽ പാലിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊന്നും ഒരിക്കലും ഇതിൽ വെച്ചോണ്ട്. പിന്നെ അങ്ങനെ ചീത്ത ശിക്ഷ കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ, ഒരു ചെറിയൊരു ചീത്തയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ചീത്തല ഭയങ്കര സംഭവമാക്കിട്ടോ. എന്ന് കാരണം വെച്ചാൽ ഇന്ന് നോക്കണ്ടോ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ പിന്നെ ആ ഒരു പ്രോമോന്റെ അടിയിൽ പോയി നോക്കണ്ടോ. എല്ലാത്തിനും റൂൾ ഉണ്ടല്ലോ അവിടെ, അതേപോലത്തെ ഒരു റൂളായിരുന്നു. പറയും ലാലേട്ടനെ തെറി പറയുന്നതിൽ അർത്ഥമില്ല, അത് ചെയ്യരുത് ദയവീത്. ലാലേട്ടനെ കുറ്റം പറയാം. ഞാനൊരു കമന്റ് എടുത്ത് വെച്ചിരുന്ന സ്ക്രീൻഷോട്ടൊക്കെ എന്ത് മോശമായിട്ടാണ് അവൻ എന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് അനുമോൾ ആ ഒരു ID, ഞാൻ ID ഒന്നും ഇവിടെ പറയുന്നില്ല. ഈ IDന്ന് ഏകദേശം ഏഷ്യാനെറ്റിന്റെ ആ ഒരു ചാനലിൽ എവിടെയും ഇവിടെ ഞാൻ തിരഞ്ഞു നോക്കി മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാറ്. ഞാൻ എനിക്ക് അത്രയും സീരിയസ് ആയിട്ട് എനിക്കറിയാം. എനിക്ക് ലാലേട്ടനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സ് പറഞ്ഞു എനിക്കൊക്കെ അന്നോടെ. അപ്പം എന്താ സംഭവിച്ചാൽ ഒരു ID ഞാനൊരു ചെറിയൊരു ഓഫ് ടോപ്പിക്ക് പോകാൻ കേട്ടോ. ഇന്ന് ആ ഏഷ്യാനെറ്റിൻ്റെ ഇതിൻ്റെ അടിയിൽ പോയി നോക്കുന്ന സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻസ് ഇടുന്ന ഒരു ID ആണത്. ആ ID ഏകദേശം 1 മാസം മുന്നേ ക്രിയേറ്റ് ചെയ്ത ID ആണ്. 1 മാസം മുന്നേ മാത്രമേ ആ ഒരു ID ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ID നോക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാലോ ഏതൊക്കെ കമൻസ് ആ ഒരു വീഡിയോ അടിയിലും പല വീഡിയോസിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. ആ IDയിലുള്ള കമൻസ് വന്ന് കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോവും അതൊരു PR-ൻ്റെ ID ആണെന്നുള്ളത്. പിന്നെ എന്തിനാണ് ആ ഒരു ID ലാലേട്ടനെ അവൻ നീ എന്നൊക്കെ വിളിച്ചിട്ട് എന്ത് മോശമായിട്ടാണ്. എന്താ അത് ഇനിയിപ്പോൾ ലാലേട്ടൻ അങ്ങനെ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ പോലും അത് പറയാൻ പാടില്ല. ഇത് ശരി, അതൊരു മോശമായ കാര്യമാണ്.
നിങ്ങൾ ആ ഐഡിയ 100% ഷുവറാണ്. അത് അനുമോളെ ഇഷ്ടപ്പെട്ട് ബിഗ് ബോസ് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഐഡിയ. അത് എന്തോ ഒരു വളരെ മോശമാക്കി. ഞാനത് ജസ്റ്റ് ഒന്ന് ഒരു ഇതുപോലെ പറഞ്ഞു പോയി എന്നുള്ളൂ. അത് എപ്പിസോഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ഐഡി എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടുള്ള പ്രശ്നം എന്താ അറിയോ, അത് നിങ്ങളുടെ അനുമോളെ തന്നെയാണ് ബാധിക്കുക. അനുമോൾക്ക് തന്നെയാണ് അത് നെഗറ്റീവായിട്ട് വരിക. അതിൽ നല്ലത് എന്താണെന്ന് അറിയോ, അത്യാവശ്യം മിണ്ടാണ്ടിരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്തോളൂ, PR വർക്കോ എന്താ ചെയ്തോളൂ. പക്ഷെ ഒരു പിന്നെ അതിന് ലിമിറ്റ് വിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അനുമോളെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതെ, ഈ അനുമോളുടെ കേസ് മാത്രമല്ല ഇത് പറഞ്ഞത്, ഒരുപാട് കണ്ടസ്റ്റൻസിന് PR വർക്ക് ഉണ്ട്. അത് ഏറ്റെടുത്തവർക്ക് ഇത് കണ്ടറിയും. ഞാൻ ഒരിക്കലും അനുമോളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല കേട്ടോ പറയുന്നത്. അനുമോളെന്നല്ല, ഇനി അക്ബർ ആണെങ്കിലും ശരി, ഷാനവാസ് ആണെങ്കിലും ആരാണെങ്കിലും ശരി, അവർ ഇഷ്ടപ്പെട്ട് കമന്റ് ഇടുന്ന ആൾക്കാരെ ഞങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ 3 സീസണായി ഇത് പരിപാടി തുടങ്ങിയിട്ടുള്ളത്. പല മെസ്സേജസും വരുന്നുണ്ട്, നമ്മളെ പല ആൾക്കാരും പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മനസ്സിലാവും. അപ്പോൾ PR-കളെയും മറ്റാളെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ അറിയും അല്ലേ വിധു? യെസ്. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സീസണാണ് വിധു. അത് എന്താ റീസൺ എന്നറിയാം. ഞാൻ എന്തുകൊണ്ടാണ് പേഴ്സണലി ഹാപ്പി എന്നറിയോ? ഞാൻ കഴിഞ്ഞ 2-3 സീസണായി നമ്മൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ, 3-3.5 സീസണായി റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലം റിവ്യൂ ചെയ്തതിൻ്റെ ഈ വർഷം സത്യം പറഞ്ഞാൽ നമുക്ക് ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ബ്ലൈൻഡായിട്ട് ഒരു വ്യക്തിയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പേഴ്സണൽ അല്ലേ. നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയെ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. നമ്മൾ ഈ ഷോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ വിധോ? ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോനെ ഈ 7ാം സീസൺ എന്ന് പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ഇൻ ദ സെൻസ് വിമർശിച്ചിട്ടുണ്ട്. അതാണ് സപ്പോർട്ട് ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ടല്ല, നമ്മളെല്ലാവരും ഇപ്പൊ അനുമോളെ കേസ് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അക്ബറിനെ പറഞ്ഞിട്ട് ഒരു വീക്കൊക്കെ അനുമോളെ നന്നായി സപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്ക് മനസ്സുകൊണ്ട് തന്നെ ശരിക്കും ഷാനവാസിനെ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി. അവരെ സപ്പോർട്ട് ചെയ്തു. അവർ ഈ ആഴ്ച അതേപോലെ നമുക്ക് തോന്നിച്ചാൽ ചെയ്യും. ചിലപ്പോൾ ഇനി അവർ നമുക്ക് തീരെ പിടിക്കാത്ത, നമ്മൾ ഓഡിയൻസിന് തീരെ പിടിക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പറയില്ലേ അത് തെറ്റാണെന്ന്. ആ ഒരു ഇതിലാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത്. ഞാൻ എന്താ എന്റെ സന്തോഷം തന്നെ പറയാൻ എന്റെ സന്തോഷങ്ങൾ ആൾക്കാരിലേക്ക് പങ്കുവെക്കാൻ നോക്കുമ്പോൾ ഇൻട്രപ്റ്റ്. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നറിയോ, ഈ 3 സീസൺ ഞാൻ റിവ്യൂ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഒരുപാട് പേരായിട്ട് എന്നെ കണക്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് വ്യൂസ്, എക്സ്പെർഷ്യൽ വ്യൂസ് ഇല്ലെങ്കിൽ കൂടി ആവറേജ് ആയിട്ട് 60,000-70,000 വ്യൂസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക്. ഈ കിട്ടുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ റിവ്യൂ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര വലിയൊരു സപ്പോർട്ട് കേട്ടോ. ഞാൻ തിരിച്ച് നിങ്ങളോട് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഒരു ജെന്വിൻ റിവ്യൂവർ, ഒരു കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു കണ്ടീഷനിൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ എൻ്റെ വീഡിയോ, ഇന്നലത്തെ എപ്പിസോഡിൻ്റെ എൻ്റെ വീഡിയോൻ്റെ തംബ്നെയിൽ, അതായത് ഇതുപോലത്തെ ചീഞ്ഞ നെവിൻ ഷാനവാസിൻ്റെ വിഷയത്തിൽ ഇതുപോലെ ചീഞ്ഞ വിഷയം ചർച്ചാ വിഷയമാക്കാൻ ലാലേട്ടന് താല്പര്യമില്ല. ഇതുപോലെ നാറ്റക്കേസും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഇത് മാത്രമല്ല, വളരെ മനോഹരമായിട്ട് ഈ ഒരു കേസ് ഇന്നലെ ലാലേട്ടൻ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് തംബ്നെയിലും എഴുതി. അത് പറഞ്ഞ 2 പേരാണ് നമ്മൾ കണ്ടത് അല്ലേ ഇതോ? പല ആൾക്കാരും ഇന്നലത്തെ എപ്പിസോഡ് ബോറായി എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു വാചകതായിരുന്നു വളരെ കൃത്യമായി. അതിലേറെ മെച്ചപ്പെട്ടിട്ട് ആ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യാനില്ല എന്നുള്ളത് ഇന്നലെ തെളിയിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ്. എന്താണെങ്കിലും ഈ സീസണിൽ പല കാര്യങ്ങളും നടക്കുന്നതിൽ കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചൊരു മെച്യൂരിറ്റി, കുറച്ചും കൂടെയൊക്കെ ഓഡിയൻസിനായിട്ട് ചില സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പേഴ്സണലി നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് ചീത്ത കേട്ടു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമോ തെറി പറയേണ്ട കാര്യമില്ല. അത് PR പറയുകയാണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. പക്ഷേ യഥാർത്ഥ സ്നേഹിക്കുന്നത് പറയേണ്ട. കാരണം ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടസ്റ്റൻറ്റ്, നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിന് അവിടെ ശ്രദ്ധ കൂടുതൽ കിട്ടുകയാണ്, അവർക്ക് വോട്ടുകൾ കൂടുതൽ കിട്ടുകയാണ്. അതിന് എക്സാമ്പിളാണ് ലക്ഷ്മി അല്ലേ വിധോ? ലക്ഷ്മിനെ എത്രത്തോളം പ്രശ്നം ഉണ്ടായോ, ഇന്നിപ്പോ ലക്ഷ്മിയുടെ സ്ഥിതി എവിടെ കിടക്കുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് റെനേനെ എനിക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ആദ്യമല്ല, റെന അതിന് മാത്രം ഒന്നും ചെയ്യണമൊന്നുമില്ല. പക്ഷെ ആ ഒരു വയസ്സിലുള്ള ഒരു കുട്ടി ഇതിൽ വന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ റെന ആദ്യമൊക്കെ ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും ചെയ്തിരുന്നു. ആ ഫസ്റ്റൊക്കെ ശരിക്കും ഇറിറ്റേഷനായി തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് റെന ഇറങ്ങിപ്പോയപ്പോ ഇങ്ങനെ തോന്നിയിട്ടോ, ചിരിച്ചുകൊണ്ടുള്ള ഇറങ്ങിപ്പോക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നിപ്പോയി. അപ്പൊ ഇങ്ങനെ തോന്നി റെനയുടെ അത്ര പോലും യോഗ്യത ഇല്ലാത്തവരുണ്ട് അവിടെ. അപ്പൊ ഒരു ഫെയർ എവിക്ഷൻ അല്ല. ഞാൻ പേഴ്സണലി പറയാം, ഈ റെന ഇറിറ്റേഷൻ തോന്നിയ കാരണം എന്താ അറിയോ? എന്തുകൊണ്ടാണ് റെനയോട് ആദ്യം ഇറിറ്റേഷൻ തോന്നിയത്? ഏറ്റവും വലിയ ഫാക്ടർ എന്താ വെച്ചാൽ
റെസ്പെക്ട് ആയിരുന്നു ഇതോ. എനിക്ക് ആദ്യമൊന്നും പല ആൾക്കാരോടും റെസ്പെക്ട് ഉണ്ട്. അതെന്താ കാരണം എന്നറിയോ? ഇത് എന്താ സംഗതി എന്നറിയോ? ഇവർ ഫസ്റ്റ് വരുന്നത്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ. പറയും ഇവർ പല കാര്യങ്ങളും മുൻവിധികളോടുകൂടിയാണ് ബിഗ് ബോസിനെ സമീപിക്കുന്നത്. ഫസ്റ്റ് സീസൺ പോലെയല്ല, 7ാമത്തെ സീസൺ ആയ സമയത്തേക്ക് 6 സീസണുകളിൽ ഞാൻ ഇന്ന പോലെ പെർഫോം ചെയ്യണം, ഞാൻ ഇതായിരിക്കണം എൻ്റെ അജണ്ട എന്നുള്ള രീതിയിൽ മനസ്സിൽ തീരുമാനിച്ചു വെച്ചിട്ടാണ് ഇവർ ഇതിനുള്ളിലേക്ക് വരുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന ജെൻസിയെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന റെന ഒരു ഫോർവേഡ് തിങ്കിങ് എന്നുള്ള കണ്ടീഷനിലാണ് റെന ഉള്ളിലേക്ക് വരുന്നതും. ഇനീഷ്യലി ഒക്കെ ആ ഒനിയിലാണെങ്കിലും ആരാണെങ്കിലും ഷാനവാസ് ഇവരൊക്കെ എതിർക്കുന്നത്. പക്ഷെ പോകെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ റിയൽ ക്യാരക്ടർ പുറത്തേക്ക് വരും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ വീട്ടിലുള്ള പോലെയല്ല, അതിൻ്റെ ഉള്ളിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കൂടെയൊക്കെ നിൽക്കുന്ന സമയത്തും അവരുടെ ഉപദേശവും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ഉള്ളിലുള്ള സംഗതി വന്നു. അതുകൊണ്ടായിരിക്കണം ജെൻസി ആയിട്ടുള്ള ഒരു വ്യക്തി ബിന്നിയുടെ ആ ഒരു ലെവലിൽ അവർ ആ ഒരു ലെവൽ ഇൻ ദ സെൻസ് മോശമായിട്ടുള്ള പറഞ്ഞത്. നമ്മൾ ഷാനവാസിനോട് സംസാരിക്കുന്ന കാര്യം ഇന്നിപ്പോൾ ആ ഒരു മൊമെന്റ്സ് റെനേൻ്റെ എത്ര നേരെടുത്ത് കാണിച്ചു അറിയോ? ഒരുപാട് നേരെടുത്ത് കാണിച്ചു. അപ്പം എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ, ഇതിനുള്ളിലേക്ക് ചില ആൾക്കാരും തീരുമാനിച്ചുറപ്പിച്ച് വന്ന പോലെ തോന്നി. അതാണ് ഈ ലക്ഷ്മിയുടെ കേസ് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താണെന്നറിയോ? ലക്ഷ്മി ഒരു കണ്ണിങ് പ്ലെയറാണ് അല്ലേ വിധോ? ലക്ഷ്മി, ഞാൻ എൻ്റെ ഒരു ഇത് പറയാം, ബിഗ് ബോസ് കണ്ടതിൽ വെച്ചെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ലക്ഷ്മി ഫേക്ക് എന്നല്ല, എന്ത് വേർഡ് പറയാ, കണ്ണിങ് പ്ലെയർ, സൂത്രശാലി ആയിട്ടുള്ള, ക്രൂക്കട്ട് എന്നാണോ അറിയില്ല, കണ്ണിങ് എന്നറിയില്ല വേർഡ്. എന്താ റീസൺ എന്നറിയാം ഇതോ? ഞാൻ പറയണെന്നറിയോ? മുൻവിധികളോടുകൂടി അങ്ങനെ എനിക്കറിയാം, എന്റെ മനസ്സിലാവും. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാ. ഇവിടെ ആരെ നിന്നെ മനസ്സിലാക്കുന്ന ആളെ ചോദിച്ചപ്പോ പറഞ്ഞത് ആലോചിച്ചിട്ടല്ലേ? അതല്ലേ? അതൊന്നല്ല, ഞാൻ പറഞ്ഞത് കേട്ടോ, അത് വേറെ കാര്യം. ടെമ്പോ ട്രാവലർ പോയി, അതല്ല സംഭവം. ഞാൻ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നത് കേൾക്കുന്നവർക്ക് ചിലപ്പോ ചോദിക്കും, കുട്ടീനെ പറയാൻ സമ്മതിച്ചില്ല പറയും. അല്ല, അങ്ങനൊന്നുമില്ല, അതൊക്കെ ആൾക്കാർ പറയും. ഇനി ഇതുമ്പോ പിന്നെയും തോന്നുന്നുണ്ടല്ലോ ഒരുപാരിപ്പ. പിന്നെ അപ്പൊ എന്താ പറയുക, കയ്യും കെട്ടിട്ട് നേരെ സ്റ്റേൺ ആയിട്ടിരിക്കും, അവിടെ എവിടെയും പിടിച്ചിരിക്കും കുറച്ചു നേരം. ഇതൊന്നും തോന്നിയല്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞോണ്ട് വെച്ചാൽ, ലക്ഷ്മി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതിൽ ഒരു വിഭാഗത്തെ എതിർക്കണം എന്ന് പറഞ്ഞു വന്നു അല്ലേ? നോർമലൈസ് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നു. ഒന്നുകിൽ ലക്ഷ്മിയുടെ ക്യാരക്ടർ അതാണ്, അല്ലെങ്കിൽ ലക്ഷ്മിയെ ആരോ ഇത് ചെയ്യണം, ലക്ഷ്മി നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടു. ലക്ഷ്മിയൊക്കെ അങ്ങനത്തെ ആളാണ് ഓൾറെഡി. ഇപ്പൊ എന്തുകൊണ്ടാണ് ലക്ഷ്മി, നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അവൻ ഈ കമ്മ്യൂണിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അവനെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല ഞാൻ ആ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വരിക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ആദില നൂറ വിഷയത്തിൽ, ആദിലിന്റെ നൂറേന്റെയും വിഷയത്തിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, എൻ്റെ മക്കള് കണ്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള അതേ ലക്ഷ്മി തന്നെ ഫെമിനിൻ ടച്ചുള്ള ഏകദേശം അതേ കണ്ടീഷനിലല്ലേ ഗേ ആയിട്ടുള്ള ജാൻമണിയുടെയും ഗേ ആയിട്ടുള്ള അഭിഷേകിന്റെയും കൂടെ കഴിയുന്ന നെവിൻ, അവൻ ഗേ ആണെന്ന് തന്നെയാണ് എൻ്റെ തോന്നുന്നത്. ആ ഒരു നെവിനെ സ്വന്തം മടിയിൽ കിടത്തിയിട്ട് മുടി ഒഴിഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ മുടി എൻ്റെ മോൻ്റെ പോലെയാണ് എന്ന് പറയുന്നു. ഇനി എൻ്റെ മോൻ്റെ പോലെ അവൻ്റെ മുടിയുള്ള വ്യക്തിനെ നാളെ ലക്ഷ്മി സ്വന്തം വീട്ടിലേക്ക് കയറ്റില്ലേ? എന്താ ആള് മാറി, ഒറ്റയടിക്ക് മാറി. എവിടെയാണ് ഒന്നുകിൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ലക്ഷ്മിയുടെ ഏത് സ്റ്റാൻഡിലാണ് ലക്ഷ്മി അറിയില്ല, ഏത് സ്റ്റാൻഡിലാണ്. അതായത് ലക്ഷ്മിക്ക് ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറയുന്നു. പക്ഷെ ലക്ഷ്മി ഇന്ന് ലാലേട്ടൻ ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചു ഓരോരുത്തരോടും, ഇവിടെ ആരാണ് നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നിങ്ങളെ മനസ്സിലാക്കിയ ആളാരാണ്, റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം, അങ്ങനെ 3 ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. അത് ലക്ഷ്മി ഏറ്റവും ഓരോരുത്തരുടെ പേര് പറഞ്ഞപ്പോൾ ലക്ഷ്മിയെ ഏറ്റവും മനസ്സിലാക്കിയ ആളാരാണ്, ലക്ഷ്മി ഏറ്റവും മനസ്സിലാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി എടുത്ത് പറഞ്ഞത് നിവിനെയാണ്. അത് ലക്ഷ്മിയുടെ ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ഈ നൂറ ആദില പ്രശ്നത്തിൽ നെഗറ്റീവ് ആയിട്ടുണ്ടാവുന്ന ലക്ഷ്മിക്ക് 100% ഉറപ്പാണ്. കാരണം ലാലേട്ട അത്ര ചീത്ത പറഞ്ഞിട്ടുണ്ട്, അന്ന് അത്രയും സീനായിരുന്നു. അപ്പൊ ലക്ഷ്മിക്ക് ഇത് മാറ്റിയെടുക്കണം, ഇവിടെ കുറച്ചു കാലം കൂടി നിൽക്കണം. അതിന് വേണ്ടിയിട്ടാവും എന്നാണ് നിവിന്റെ പേര് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. നൂറേനെയും ആദിലേനെയും കേറ്റാനും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത ഒരാൾക്ക് അതേ കമ്മ്യൂണിറ്റിയിൽ LGBT അല്ലെ, ആ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണ് നിവിൻ. എല്ലാവർക്കും അറിയാം. അത് പിന്നെ അവിടെ വ്യക്തമാക്കിയിട്ടില്ല പറഞ്ഞിട്ട് കാര്യം, നമുക്കൊക്കെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. ആ നെവിനെ എങ്ങനെ ഇത്രയും നന്നായി ആക്സെപ്റ്റ് ചെയ്തു, ഇത്രയും നന്നായി ആക്സെപ്റ്റൻസ് ലെവൽ എന്താണെന്നറിയോ? അപ്പൊ
ഞാൻ പിന്നെ നെവിനെ മടിയിലിരുത്തിയിട്ട് മുടി ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു സീനുണ്ട്, തല അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്ന സീന് കണ്ട സമയത്ത് ഈ ഒരു വിഷയം എനിക്ക് എപ്പോൾ പറയാൻ പറ്റുമെന്ന് ചിന്തിച്ചതാണ് ഞാൻ ഈ വീഡിയോയിലോടുകൂടി. ഞാൻ എപ്പോൾ എനിക്ക് ഈ വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിടാൻ പറ്റുമെന്ന് ചിന്തിച്ചത് ഇന്ന് എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ദൈവമുണ്ട് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ലക്ഷ്മിന്റെ വായന ഇത് വീണു. ലക്ഷ്മി ഈ ഒരു തന്ത്രം പ്രയോഗിച്ചു. തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം, അതന്നെ തന്ത്രം. കാരണം എന്താ വെച്ചാൽ നെവിനെ എന്റെ സ്വന്തം മോന്റെ പോലെ തോന്നാറുണ്ട് മുടിയിൽ. എങ്ങനെ വീട്ടിൽ കയറ്റുവോ? അപ്പൊ വീട്ടിൽ കയറ്റുവോ? അതെ, അപ്പൊ അതിപ്പോ ഈ വൈൽഡ് കാർഡ് കാരണമാണ് കേട്ടോ. വൈൽഡ് കാർഡ്സ് കാരണമാണ് റെന പോയതും ലക്ഷ്മി അവിടെ നിന്നതും. അല്ലെങ്കിൽ ലക്ഷ്മി പോവായിരുന്നു, റെന അവിടെ നിൽക്കുമായിരുന്നു. ശോഭ വൈൽഡ് കാർഡ് അല്ല, മറ്റേ റിയാസും ഗസ്റ്റ്. അയ്യോ, വൈൽഡ് കാർഡ് എന്ന് അറിയാണ്ട് പറയണേ, സോറി. ഗസ്റ്റ് കാരണം, അതായത് നമ്മളെ റിയാസ് ശോഭയും കാരണം. ഷിയാസ് ഇല്ല അതില്, റിയാസും ശോഭയും കാരണം. ഷിയാസിന് അതിൽ യാതൊരു റോളില്ല, അവൻ നല്ല രീതിയിൽ വന്നിട്ട് അവിടെ നല്ല രീതിയിൽ വന്ന് പോയത്. പ്ലാച്ചീനെടുത്ത് എറിഞ്ഞത് ഒഴികെ ബാക്കിയൊക്കെ റിയാസ് നല്ല രീതിയിൽ വന്ന് പോവുക ചെയ്ത്. ഷിയാസ്, അയ്യോ അത് മനസ്സിലായില്ലേ? ഷിയാസ് എന്റെ മനസ്സിൽ ഫുള്ള് റിയാസാണ്. ഈ ആൾക്ക് കഴിഞ്ഞ സീസണിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞ സീസണിൽ കണ്ടവർക്ക് അറിയാം, ഇവർക്ക് ഇതേമാതിരി മനസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം വേറൊരുത്തന്റെ പേരാണല്ലോ പറഞ്ഞത്. അതിങ്ങനെ പേര് ഇങ്ങനെ പറഞ്ഞു നടക്കും, റിയാസ് അല്ല ഷിയാസ്. അപ്പൊ എന്തായാലും ആ ഒരു സംഗതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വളരെ ക്ലിയർ ആയി. നിങ്ങൾ സീരിയസ് ആയിട്ട് അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാകല്ലേ, പിന്നെ കുറച്ച് കയറിയിരിക്കും. ഞാൻ മെയിൽ ഷോവനിസ്റ്റ് ആണോന്ന് പലപ്പോഴും വെക്ക് സംശയമുണ്ട്. ഇല്ലല്ലോ, വിവരറിയും. ഇത് ഞാൻ റൂഡൊന്നല്ല കേട്ടോ. പിന്നെ പോട്ടെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞോട്ട് ലക്ഷ്മിയുടെ കേസ് പറയാം. അപ്പൊ ഏതാണ് ലക്ഷ്മിയുടെ യഥാർത്ഥ സ്റ്റാൻഡ്? ഇന്ന് പറഞ്ഞ സാധനമാണോ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അപ്പണീറ്റ് പറയില്ല ഇത് ഫേക്കാണെന്ന് പറഞ്ഞു. ഇത് ഫേക്കാ, ഇത് ഫേക്ക്, അല്ലെങ്കിൽ ഇത് അവരുടെ ഒറിജിനൽ ക്യാരക്ടർ. അവർക്ക് ഈ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് കോളിളക്കം സൃഷ്ടിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ആരോ, ഞാൻ ആരോ എന്നുള്ളത് എൻ്റെ മനസ്സിലൊരാളുണ്ട്. എനിക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടൊന്നും ഇല്ല, എനിക്കറിയാം. എന്നാലും പിന്നെ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആളെ വ്യക്തമാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ കഥ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, നമ്മൾ പറഞ്ഞിരുന്നല്ലോ, കുട്ടേട്ടൻ ഇപ്പോൾ നേരത്തെയും പറഞ്ഞു, നമ്മൾ പറഞ്ഞിരുന്നല്ലോ ചീഞ്ഞ കേസിൽ ലാലേട്ടൻ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക, ഡീൽ ചെയ്യുക, അത് വേണ്ടായിരുന്നു, അത് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതേ സംസാരം ഷാനവാസ് അവിടുന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര നന്നായിട്ടാണ് ലാലേട്ടനും ബിഗ് ബോസിനും ഒരുപാട് നന്ദിയുണ്ട്. കാരണം വെച്ചാൽ അവർ എത്ര നന്നായിട്ട് അത് ഡീൽ ചെയ്തത് ഷാനവാസ്. അപ്പൊ ഷാനവാസ് എന്ത് നല്ല മനുഷ്യനാ തോന്നിക്ക്, എത്ര കൂളായിട്ടാ പരിഹരിച്ചത്. ഷാനവാസ് പറയണേ, എനിക്ക് അവനെ അല്ലെങ്കിലും ഒരു മോശക്കാരനാക്കി മാറ്റണം എന്നില്ല. ആദിലെ പറഞ്ഞൊരു കാർഡ് പറഞ്ഞു കുടുങ്ങി. ആദിലെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞിരുന്നു എന്നുള്ളത് എല്ലാവരെയും അറിയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു എന്ന് ഷാനവാസ് പറഞ്ഞു. എന്നിട്ട് ഷാനവാസ് പറഞ്ഞു, ഈ ചീഞ്ഞ കേസ് നല്ല രീതിയിൽ പിന്നെ ഇത് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയാറില്ലേ, അതേപോലെ നിങ്ങളൊക്കെ കമന്റ് ചെയ്യാറില്ലേ ഇതെങ്ങനെ ലാലേട്ടൻ ഡീൽ ചെയ്യും, അതേപോലെ തന്നെ മറ്റുള്ള വേറെ കുറേ ആൾക്കാർക്കാണ് ഇതൊന്ന് കച്ചറയാക്കി നിവിനെ നാറ്റിച്ച് ഷാനവാസിനെ ചീത്ത പറഞ്ഞ് അതിലേനി ഇവരൊക്കെ പറഞ്ഞ്. അപ്പം ശരിക്കും അപ്പം ആകെ ചമ്മി പോവാരാ നിവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പൊ ഷാനവാസിനും നിവിനും പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ അവസാനിച്ചു. കുറച്ച് നന്മ നോക്കണ്ടേ, മറ്റുള്ള അവരുടെ മനസ്സ് നോക്കണ്ടേ. അത് ഷാനവാസ് പറഞ്ഞു ഇവരെ പൊരിക്കാനുള്ള മസാല അവര് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ടീം ഉണ്ടായിരുന്നു. ആരൊക്കെയെന്ന് അറിയോ? ഒനീലൊക്കെ അതിന് ഇരിക്കായിരുന്നു. ഒനീല്, അക്ബർ, അഭിഷേക്, ഇവർക്കൊക്കെ പിന്നെ അഭിഷേക് എന്ന് അറിയാണ്ട് വേണം. അഭിലാഷ്, ഒനീല്, അക്ബർ ഇവരൊക്കെ അതിനു വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കായിരുന്നു, എങ്ങനെയൊക്കെ പറഞ്ഞിത് ഇതാക്കണം എന്നുള്ളതിന്. ഈ കഴിഞ്ഞ സീസണിൽ സ്ഥിരമായിട്ട് പറഞ്ഞിരുന്ന പേര് അഭിഷേകിന്റെ ആയിരുന്നു. അതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ ഏതാണ് പേര് നോക്കി ഇറക്കിയത്, ഇപ്പൊ കിട്ടി. അധികം ദൂരം പോയില്ല, അതിന് മുന്നേ പിടിച്ച് ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഒരു കാര്യം നമ്മളിങ്ങനെ പറയില്ലേ, നമ്മൾ നിൽക്കുന്ന സമയത്ത് കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ബിഗ് ബോസിൽ ഇപ്പൊ നടക്കുന്നത്. ഈ കുക്ബർ ടീംസ് ഉണ്ടല്ലോ, ഈ ടീംസിന്റെ അടിയിൽ നിന്ന് ആൾക്കാർ ഒലിച്ചു പോകുന്നത് ഇവർ അറിഞ്ഞാൽ നന്ന്. കാരണം ആ ടീമിൽ നിന്നാണ് ആൾക്കാർ കൊഴിഞ്ഞു പോയി. ആ ഒരു ബോധം അക്ബറിന് ഉണ്ടായാൽ നല്ലതായിരുന്നു. കാരണം ആ ടീമിൽ നിന്നാണ് മൊത്തം പോയി പോണത്. ഇനിയിപ്പോ എന്തോ ഭാഗ്യം കൊണ്ട് പോകേണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡില് ആര്യൻ കുറച്ച് ഫണ്ണായിരുന്നു കേട്ടോ. അല്ല, അതിന് ഇവനൊന്നും മോശമാണെന്ന് പറയില്ല.
മോശം തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത പക്ഷെ ആര്യന് അവൻ പക്ഷെ വേറൊരു കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ അത് പുറത്തായി ഉടനെ ഓർമ്മയുണ്ടോ? അതായത് ശോഭയും ഷിയാസും ആര്യനോട് പറഞ്ഞു ഇത്ര, ജിസേലിനോട് പറഞ്ഞു ഇത്ര ചെറിയ ചെക്കനല്ലേ നീ എന്തിനാ, അതൊരു സീരിയസ് കാര്യം. അത് ഈ പറയും അത് പെട്ടെന്ന് അതായത് ആ എപ്പിസോഡിൽ പറഞ്ഞിട്ട കാര്യമില്ലേ, എന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കൊടുക്കാൻ നോക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അത്രയ്ക്കായ എന്നാ ഞാൻ പറയാം. പറയും അത് ഇതന്നെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മളെ കാണിച്ചിട്ടില്ല, ലൈവിലും കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ജിസേൽ ആര്യൻ മറ്റേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ആരാണ് എന്താ വിഷമായ കാര്യം, റിഗ്രറ്റ് തോന്നുന്ന കാര്യം എന്നൊക്കെ. അപ്പൊ അതിൽ ആര്യൻ പറഞ്ഞൊരു കാര്യമാണ്, വിഷമം തോന്നിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജിസേലിനോട് ശോഭയും പേര് ഷിയാസ് തോന്നുന്നു പറഞ്ഞു ഇത്ര, ശോഭയാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്, നീ എന്തിനാണ് ഇത്രയും കുറഞ്ഞ വയസ്സുള്ള അവനെയും കൊണ്ട് ഇങ്ങനെ നടക്കണത്, നിനക്ക് നിന്റേതായ രീതിയിൽ ഇത്രയും പ്രായമില്ലേ, നിനക്ക് കുറച്ചൊരു ഇതായിക്കൂടെ എന്നൊക്കെ ശോഭ ജിസേലിനോട് ചോദിച്ചു. അന്ന് ജിസേലിന് ഉറക്കം ഉണ്ടായിട്ടില്ല, ഭയങ്കര വിഷമായി ഇത്ര. ശോഭ എന്തിനാ ഇതൊക്കെ പോയി ചോദിച്ചത്? മനസ്സിലാവില്ല. ബിഗ് ബോസിന് ഇവരൊക്കെ കയറ്റി വിടുമ്പോ പറഞ്ഞൂടെ ഇമാതിരി വർത്താനൊന്നും പറയരുത്. ശോഭയ്ക്ക് വിവരമില്ല എന്നുള്ള കേസ് ആ 5ാം സീസണിൽ തെളിയിച്ച കാര്യല്ലേ. ഈ ശോഭയുടെ ഫാൻസ് ഇതിലുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം സോറി അല്ലേ. ഇത് കഴിഞ്ഞോ, ശ്വാസം വിട്ട് നിർത്തിയോ? പിന്നെ അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ബിന്നിക്ക് ഇന്ന് ഭയങ്കര വിഷമായ സംഭവം ഉണ്ടായി. ബിന്നീനെ കുത്തിത്തിരിപ്പ് പറഞ്ഞ വിഷമമുണ്ട് എന്നുള്ളത് അത് ആ കുട്ടിക്ക് സംസാരിച്ചപ്പോ ആ കുട്ടിക്ക് കരഞ്ഞപ്പോ എനിക്ക് പാവം തോന്നി. കാരണം എല്ലാരും ഈ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞിട്ടേ അതങ്ങോട്ട് ചാർത്തിയിട്ട് എല്ലാരും ബിന്നി എന്താ പറയുക, ബിന്നിക്ക് വിഷമമായി കുത്തിത്തിരിപ്പ് എന്നുള്ള പാട്ട് പാടണതോ കുത്തിത്തിരിപ്പ് പറയണതിനല്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അവിടെ ഞാൻ ലൈവിൽ കാണാറുണ്ട്. സബ്ജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് പോയിട്ട് അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ നിൽക്കുമ്പോൾ കുത്തിത്തിരിപ്പ് കൊണ്ടുപോ അതിലെ മെയിൻ ആളാ. ഇതെല്ലാം പറയും ഇവിടെ കുത്തിത്തിരിപ്പ് നടത്തല്ലേ പോ പറയും. ഇതെന്താണെന്നറിയോ, ആ ഒരു ബ്രാൻഡിങ് ബിന്നിക്ക് വന്നു. നമ്മളാണെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതന്നെ പറയും. അക്ബർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവളുടെ പേര് തന്നെ നോക്ക്, ബിന്നി എന്നാണ് അവരുടെ പേര്. ഭിന്നിപ്പിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ ബ്രിട്ടീഷുകാർ ചെയ്ത് ഈ സാധനങ്ങളൊക്കെ ചിലപ്പോ അതിന്റെ കാര്യം പറയണ്ടായിരിക്കും. ഇനിയിപ്പോ ഒന്നും രക്ഷയില്ല. പക്ഷെ ഇവർക്കൊന്നും ഇല്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് ബിന്നിക്ക് അവിടെ. ഞാൻ ബിന്നീനെ അത്ര വലിയ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണല്ല, ചെറിയൊരു ക്വാളിറ്റി ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്ത് കാര്യം ബിന്നി കണ്ടത് കറക്റ്റ് കാര്യത്തിന്റെ കൂടെ നിൽക്കാറുണ്ട്. കറക്റ്റാണ്, അത് സത്യം. കാര്യങ്ങൾ അഭിപ്രായം പറയാറുണ്ട് കേട്ടോ. പക്ഷെ അത് ഈ പുറത്തേക്ക് ഔട്ട് വരുന്ന ആൾക്കാരുടെ മനസ്സിക്ക് ബിന്നി കുത്തിത്തിരിപ്പ് എന്നുള്ള ആ പാട്ടടക്കം കയറി കഴിഞ്ഞു. ഇനി ആവശ്യമില്ലാണ്ട് അനീഷിനെയൊക്കെ ചീത്ത പറയാൻ പോകും ബിന്നിയൊക്കെ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു കാര്യമില്ലാണ്ട് ആ മനുഷ്യന്റെ തലയിൽ കയറാനാണ് അവിടെ ഉള്ളവർക്ക് ഒക്കെ ഏറ്റവും ഇഷ്ടം. അല്ല, അനീഷിന്റെ തലയിൽ കയറാൻ അതിൽ ഏറ്റവും ഉറപ്പിക്കുന്ന ആദിലാണ്. ആദിലേക്ക് എന്തോ ഒരു ചതുർത്ഥി കാണുന്ന പോലെ എന്താ പറയാ, ഒരു കളിയാക്കലാണ് ആദിലേക്ക് അനീഷിന്. മോശം നമ്മള് ഒരു വിലയില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ള പോലത്തെ അങ്ങനെ ഒരു ആളെ ആക്കി മാറ്റുന്ന പോലെയാണ് ആദില അനീഷിനോട് സംസാരിക്കാറ്. സത്യം. പിന്നെ വേറെന്താ, പിന്നെ എന്താ മനസ്സിലുള്ള കാര്യങ്ങൾ പറയിപ്പിക്കും. അതൊരു ഗെയിം അത് പിന്നെ എല്ലാവരും കണ്ടിരിക്കണം. അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ പോയി അത്രേ ഉള്ളൂ. അത്ര തന്നെ ഉണ്ടായുള്ളൂ. 23 മിനിറ്റ് വീഡിയോ ആയി. എന്തൊക്കെ നമ്മൾ പറഞ്ഞേക്കാൻ അറിയില്ല കേട്ടോ. പോട്ടെ. അപ്പോൾ റെന അങ്ങനെ വീട്ടിലെത്തി. പക്ഷെ റെന അങ്ങനെ കരച്ചിലും വിളിച്ചിട്ടൊന്നും ഉണ്ടായില്ല അല്ലെ, സീനൊന്നും ആക്കിയില്ല അല്ലേ. ഒരു ഇതൊന്നും ആക്കാതെ പോയി. പിന്നെ ഇന്ന് വേറൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ട്രോളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മസ്താനിയാണ്. അറിഞ്ഞോ? ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂല് പറയണേ, നീ അവളുടെ ഫ്രണ്ടാന്ന് അറിഞ്ഞിട്ട് നീ എന്റെ മുന്നിൽ വന്നുകൊണ്ട് എന്നെ പരുമാറ്റി ചെയ്യില്ല. അതായത് ഏതൊരു റിപ്പോർട്ടർ മറ്റേ മീഡിയന്റെ ചങ്ങാതിയെ, നീ എന്റെ ഫ്രണ്ടാണെന്നോ നീ അവളുടെ ഫ്രണ്ടാന്ന് അറിഞ്ഞിട്ട് എന്നെ പാരും മൈൻഡ് ചെയ്യില്ല, ഞാൻ അവർക്ക് നേരിട്ട് കൊടുത്തോളാം. കാരണം മസ്താനി അത്യാവശ്യം വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ടേ, അപ്പൊ അത് മനസ്സിലാക്കണം. പക്ഷെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കൂടുതൽ ആൾക്കാരെ എങ്ങനെ വെറുപ്പിക്കാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുണ്ട് അല്ലേ. അത് എന്തിനാ ഞാനിപ്പോൾ ഈ മസ്താനിയുടെ കേസ് എടുത്തിട്ടല്ലേ, പക്ഷെ ഓർമ്മ വന്നപ്പോൾ ഞാൻ അങ്ങനെ ബുക്ക് മറച്ചപ്പോൾ അങ്ങനെ ഒരു സംഗതി കണ്ടുകൊണ്ട് മാത്രം. പിന്നെ രണ്ടാമത്തെ കേസ് അനീഷ്, പറയാതിരിക്കാൻ വയ്യ അല്ലേ ഇതോ. സീരിയസ്ലി ഈ സീസണിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലെയറാണ് അനീഷ്. അതിൽ യാതൊരുവിധ സംശയമില്ല. ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ, ഞാൻ പല ആൾക്കാരോടും ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമല്ലോ, നമുക്ക് പല കണക്ഷൻസും സംസാരിക്കുന്ന സമയത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ബിഗ് ബോസിന് ഓൾറെഡി ചില പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ കയ്യിൽ തന്നെയാണ് ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ പ്ലാനിനെ സ്പോയിൽ ചെയ്യുന്നതിന് പ്ലാനിന് എന്താ സ്പോയിൽ ചെയ്യുന്നതിന് പറയാം ഇങ്ങനെ പോണ സാധനത്തിനെ കുറച്ച് മാറ്റി ചിന്തിക്കാനും മാറ്റി രീതിയിൽ വിടാനും വലിയൊരു ഫാക്ടറാണ് അനീഷ്. നിങ്ങൾക്കത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഷോ കാണുന്നത് സാധാരണ പ്രേക്ഷകർക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഈ പല ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് പാർട്ടി ബുദ്ധിജീവികൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ബുദ്ധിജീവികളുടെ ചർച്ചയിൽ വരുന്നത് ഞാനല്ല കേട്ടോ, വേറെയുള്ള ബിഗ് ബോസ് ബുദ്ധിജീവികളുടെ ചർച്ചയിൽ വരുന്ന ഒരു ഫാക്ടറാണ് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ഒരുപാട് മാറ്റങ്ങൾ സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് പുറത്തേക്ക് കാണുന്നില്ല. പക്ഷേ പല പ്ലാൻസും കാര്യങ്ങളും മാറ്റാനുള്ള ഒരു സംഗതി അത് ചില്ലറ കേസല്ല വിധു. കാരണം ഈ സോ കോൾഡ് സെലബ്സ് ഉണ്ടല്ലോ, സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ ഒരു സാധാരണക്കാരൻ ഒരു കോമണർ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ് അല്ലേ വിധു? അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. എന്തായാലും ആദില സേവ് ആവും ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ചത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിച്ചത് ലാസ്റ്റ് വീക്ക് എൻഡിലേക്ക് ആയതുകൊണ്ട് മാത്രം അല്ലേ? അതെ, യെസ്. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. പിന്നെ വേറെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് രാത്രി ഇപ്പോൾ ലൈവില് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ നമ്മൾ ഒരുപാട് പറഞ്ഞ് എന്തൊക്കെയോ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാൻ എന്താ അറിയോ? സാധാരണ ഗതിയിൽ നമ്മൾ സാധാരണ കേസിൽ നമ്മൾ എഴുതി വെച്ചതനുസരിച്ച് പോവാറ്. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ എന്താ പറയുക എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ തുടക്കമൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആവും. ഇന്ന് ഞാൻ പറഞ്ഞില്ല 6 or 7 പ്രാവശ്യം ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോയ്ക്ക് പോകുന്നത്. അപ്പോൾ ആകെ മിക്സ്ഡായി. അപ്പോൾ അങ്ങനെ എന്താണ് ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് ഇതൊന്നും കൂടി നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് തോന്നുന്നുണ്ട് അല്ലേ? ഇന്ന് ഉറങ്ങിയിട്ടില്ല നമ്മള്, അതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് നല്ലോണം കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ഇന്ന് പകൽ അല്ല മതി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ? അതൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പകുതി വഴി എത്തിയിട്ടുണ്ട്. ഇനി 50 ദിവസം മാത്രമേ ഉള്ളൂ. ഈ 50 ദിവസത്തിനുള്ളിൽ നമുക്ക് അല്ലേ മുന്നോട്ട് പോകണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ബിഗ് ബോസ് മലയാളം ഇത് തോന്നിയിരിക്കല്ലേ വിധു? എന്താണിത്? ഞാൻ നിർത്തിയത് ഞാനൊരു 10 വട്ടം നല്ല കോമഡി ആണ്. ഞാൻ ഇങ്ങനെ പോയതാ ഇതുമ്മലൊക്കെ തൂങ്ങി, അല്ലെങ്കിൽ ഈ കസാര ഒടിഞ്ഞു തൂങ്ങിക്കൊണ്ടാണ്. അതൊക്കെ മാറ്റാനായി ഇനി എങ്ങോട്ടാ അങ്ങോട്ട് നീങ്ങി പോണതിന്റെ മുന്നിലേക്ക് ഇതോ ഈ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കേ എനിക്ക് എങ്ങനെ അറിയാം? എനിക്ക് കൈയൊക്കെ അങ്ങനെ കുത്തി ഇന്നെ തോണ്ടി എന്റെ മേലേക്ക് തൂങ്ങാതിരിക്കും. അല്ല ഒഴിവാക്കാൻ പറ്റില്ല. ഈ വലിയൊരു ഘടകമായി മാറി കഴിഞ്ഞ ചാനലിന്റെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ പോലും പ്രേക്ഷകർ സമ്മതിക്കാത്തൊരവസ്ഥ. എന്നെ തൊടുകയെ ഈ കൈമ തൊടും. എനിക്ക് ഇങ്ങനെയൊക്കെ ഡിസ്ട്രാക്ഷൻ. ആ കൈ വേറെ എവിടെയെങ്കിലും വെക്കുന്ന അതുമ്പോ കയറിയിരിക്കണം. എന്നാല് ഓട്ടെ ലൈൻ കട്ട്